ഓരോ ദിവസം കഴിയുന്തോറും PSCയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഉയരുന്നതല്ലാതെ താഴുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു പ്രധാന സംഭവം, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രേഖകൾ നൽകണമെന്ന് PSCക്ക് ഉത്തരവ് നൽകിയിട്ടും രേഖകൾ നൽകാൻ PSC തയ്യാറാകുന്നില്ല. അതായത് സ്വതന്ത്ര ചുമതലയുള്ള ഒരു സ്ഥാപനം എന്നതിൻ്റെ പേരിലാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നടന്ന ചില പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഉദ്യോഗാർത്ഥി ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. വിവരാവകാശ കമ്മീഷൻ അതിന് അനുകൂലമായ മറുപടിയും നൽകി. ആ മറുപടി PSCക്ക് മുന്നിലെത്തി. 7 ദിവസത്തിനുള്ളിൽ രേഖകൾ നൽകണമെന്നായിരുന്നു PSCക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ PSC ആകട്ടെ അത് നൽകാൻ തയ്യാറല്ല എന്ന് മാത്രവുമല്ല, വിവരാവകാശ കമ്മീഷനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനു മുമ്പ് PSC പറഞ്ഞത് സർക്കാരുമായി എല്ലാ അർത്ഥത്തിലും അന്വേഷണവുമായി എല്ലാ അർത്ഥത്തിലും സഹകരിക്കും എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകൾ കൈമാറുന്നതിനും വിവരങ്ങൾ നൽകുന്നതിനുമൊക്കെയായി ഒരു 7 അംഗ സമിതിക്ക് PSC ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാന ചുമതലക്കാരനായ സെക്രട്ടറിയെ ഒഴിവാക്കി ചെയർമാനാണ് അതിൻ്റെ മുഴുവൻ ചുമതലയും ഇപ്പോൾ വഹിക്കുന്നത്. അതായത് PSCയുടെ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു 7 അംഗ സമിതിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. അതിലും അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളൊന്നും ആരും കാണുന്നില്ല. യൂത്ത് കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ സമരവുമായി രംഗത്തുള്ളത്. അവർ അവിടെ പരാതിപ്പെട്ടി സ്ഥാപിച്ചു. PSC ചെയർമാൻ്റെ ഓഫീസിന് മുന്നിൽ വരെ പ്രതിഷേധവുമായി എത്തി. അങ്ങനെ തുടങ്ങി ഓരോ ദിവസവും ഓരോ പ്രതിഷേധ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയും രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു PSCക്കെതിരെ. ശക്തമായ നടപടി വേണം എന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ യുവാക്കൾക്ക് വേണ്ടി വാദിക്കുകയും യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന യുവജന സംഘടനകളൊക്കെ ചെറിയ മൗനത്തിലാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവർ പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ ക്രമക്കേട് നടന്നു. അല്ലെങ്കിൽ എന്തിനാണ് ചില കാര്യങ്ങൾ PSC ഇങ്ങനെ ഒളിക്കാൻ ശ്രമിക്കുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇടപെട്ട് പല രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. പല അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വരികയും അത് പിന്നീട് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അതിനാണ് വിവരാവകാശ കമ്മീഷനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഉത്തരവാദിത്വപ്പെട്ട ഒരു സംവിധാനം ഒരു ഉത്തരവ് നൽകിയിട്ട് പോലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് സംസ്ഥാനത്തെ PSC. മാത്രവുമല്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. ഏത് വിഷയത്തിലാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നടന്ന ഒരു അഭിമുഖത്തിലും ഒപ്പം എഴുത്തു പരീക്ഷയിലും ക്രമക്കേട് നടന്നു എന്നായിരുന്നു പരാതി. ആ പരാതിക്കാരൻ്റെ ഉത്തരപേപ്പറും ആ ഉത്തരപേപ്പറിൽ ലഭിച്ച മാർക്കും അഭിമുഖത്തിന് ലഭിച്ച മാർക്കുമൊക്കെ വേണം എന്നായിരുന്നു ആവശ്യം. അത് നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവുമിട്ടു. പക്ഷേ PSC അതിന് തയ്യാറാകുന്നതുമില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അതായത് PSCയുടെ ഇരട്ടത്താപ്പ് പുറത്തേക്ക് വരുന്നു. ശക്തമായ സമരങ്ങൾ പലപ്പോഴും PSCക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല നിലപാടുകളും സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ PSC ഇവിടെ ഇക്കാര്യത്തിൽ വലിയ ശക്തിയോടുകൂടി തന്നെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചും മറച്ചും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ PSC നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, PSC ആദ്യം പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു. എല്ലാം സത്യസന്ധമായി നടപ്പാക്കുമെന്നും നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുമായിരുന്നു പത്രക്കുറിപ്പിൻ്റെ തുടക്കം തന്നെ. പക്ഷേ അതിൽ നിന്നെല്ലാം വിരുദ്ധമായാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പരീക്ഷ സംബന്ധിച്ച രേഖകൾ പോലും നൽകാൻ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, അന്വേഷണ സംഘത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ള സമിതിയിൽ പോലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇല്ല. അങ്ങനെ തുടങ്ങി അടിമുടി പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ എന്തൊക്കെ നിലപാടായിരിക്കും PSC സ്വീകരിക്കുക എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി PSCക്കെതിരെ നീങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ കക്ഷികൾ ചെറിയ മൗനത്തിലാണ്. അവരുടെ യുവജന സംഘടനകളും കാര്യമായി ഇടപെടുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് അവർ
വിളിച്ചു പറയാൻ തയ്യാറാകുന്നതുമില്ല. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയായി മാറപ്പെടുമ്പോൾ ഇനിയെങ്കിലും അവർ ഇടപെടുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. യുവാക്കൾക്കൊപ്പവും യുവാക്കൾക്ക് തൊഴിലിനു വേണ്ടിയും വാദിച്ചവരാണ് അവർ. അവർ ഇടപെട്ടാൽ മാത്രമേ ചില കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മൗനം വെടിയും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ ഒരു പക്ഷേ സമരത്തിൻ്റേതാകാം. കാരണം ഇപ്പോൾ വീണ്ടും PSC ഒരു ഉത്തരവ് കൂടി നിരസിച്ചിരിക്കുകയാണ്. അത് സമരമായി തന്നെ അതിനെതിരെ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ ഭരണപക്ഷ യുവജന സംഘടനയുടെ തീരുമാനം. അതായത് PSCക്ക് മുമ്പിൽ ഇനി വരും ദിവസങ്ങളിലൊക്കെ ശക്തമായ സമരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.